സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് RSS മേധാവി മോഹൻ ഭാഗവത് അടുത്തിടെ മുന്നോട്ട് വെച്ച ഹിന്ദു എന്ന ആശയത്തെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ ചരിത്രപരമായ വിവാദങ്ങളെയും കുറിച്ചാണ്. മോഹൻ ഭാഗവത് വർഷങ്ങളായി ഹിന്ദു രാഷ്ട്രം എന്ന ആശയത്തെ ന്യായീകരിക്കാൻ വിവിധ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തിയാണ്. പലപ്പോഴും അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണെന്നും എല്ലാവർക്കും പൊതുവായ പൂർവികരാണുള്ളതെന്നും ആണ്. അതേസമയം RSSന്റെ മുൻകാല ആശയപ്രചാരകൻ ഇസ്ലാമും ക്രിസ്തുമതവും വിദേശ മതങ്ങൾ എന്ന നിലയിലാണ് അവതരിപ്പിച്ചിരുന്നത്. ഹിന്ദുത്വത്തിൻ്റെ പ്രധാന സൈദ്ധാന്തികനായിരുന്ന VD സർവക്കർ ഹിന്ദുവിനെ നിർവഹിച്ചത് സിന്ധു നദീതലം മുതൽ സമുദ്രം വരെയുള്ള ഈ ഭൂമിയെ ഒരേ സമയം പൃഥുഭൂമിയും പുണ്യഭൂമിയും ആയി കണക്കാക്കുന്ന വ്യക്തിയെന്നാണ്. RSSന്റെ രണ്ടാം സർ സംഘചാലകായ MS ഗോൾവേക്കർ തൻ്റെ രചനകളിൽ ഒരു ഹിന്ദു രാഷ്ട്രം സൃഷ്ടിക്കുന്നതിനെ ജർമ്മനിയിൽ യഹൂദർക്കെതിരെ നടപ്പാക്കിയ നാസി മാതൃകയെ പ്രശംസിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയതായി നിരവധി പേർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നീട് RSS ആ നിലപാടിനെ കൂടുതൽ മൃദുവായ ഭാഷയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിൻ്റെ അടിസ്ഥാന ആശയത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ഇതിനൊപ്പം RSS വർഷങ്ങളായി മറ്റൊരു വാദവും ഉയർത്തിക്കാട്ടുന്നു. ഹിന്ദുമതം ഒരു മതമല്ല, മറിച്ച് ഒരു ജീവിത രീതിയാണ് എന്നതാണ് ആ വാദം. എന്നാൽ സാമൂഹ്യശാസ്ത്രപരമായി ഒരു മതത്തെ നിർവചിക്കുമ്പോൾ ആരാധ്യ ദൈവം, വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ആചാരങ്ങൾ, പുരോഹിതവർഗം തുടങ്ങിയ ഘടകങ്ങളാണ് പ്രധാനമായും പരിഗണിക്കപ്പെട്ടിരുന്നത്. ഈ പൊതുവായ നിർവചനത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് RSSന്റെ ഈ വാദം. ഇപ്പോഴിതാ മോഹൻ ഭാഗവത് ഹിന്ദുക്കളെ 4 വിഭാഗങ്ങളായി തരംതിരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആദ്യ വിഭാഗം തങ്ങൾ ഹിന്ദുക്കളാണെന്ന് അഭിമാനത്തോടെ പ്രഖ്യാപിക്കുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം തങ്ങൾ ഹിന്ദുക്കളാണെന്ന് അംഗീകരിക്കുന്നവരാണ്, പക്ഷേ അതിൽ പ്രത്യേകിച്ച് ഒന്നും അസാധാരണമില്ലെന്നാണ് കരുതുന്നവർ. മൂന്നാമത്തെ വിഭാഗം തങ്ങളുടെ ഹിന്ദു സ്വത്വത്തെ സ്വകാര്യമായി മാത്രം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നാലാമത്തെ വിഭാഗം തങ്ങളുടെ ഹിന്ദു സ്വത്വം മറന്നുപോയവരോ അല്ലെങ്കിൽ അത് മറക്കാൻ നിർബന്ധിതരായവരോ ആണെന്ന് അദ്ദേഹം പറയുന്നു. ഇതോടൊപ്പം അദ്ദേഹം മറ്റൊരു വാദവും ഉന്നയിച്ചു. നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദു സ്വഭാവം സ്വാഭാവികമായി നിങ്ങളിലുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. അതിലൂടെ മുസ്ലിങ്ങളും ക്രൈസ്തവരും ഹിന്ദു രാഷ്ട്രത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണെന്ന സന്ദേശം നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്ന് വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഇവിടെ ചില നിർണായക ചോദ്യങ്ങൾ ഉയരുന്നു. ഭാഗവത് പറയുന്ന അഭിമാനമുള്ള ഹിന്ദു ആരാണ്? ബാബറി മസ്ജിദ് തകർത്തവരാണോ? മസ്ജിദുകൾക്ക് മുന്നിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നവരാണോ? അല്ലെങ്കിൽ മതപരമായ പ്രകടനങ്ങളുടെ പേരിൽ തെരുവുകളിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നവരാണോ? ഈ ചോദ്യങ്ങൾക്ക് ഭാഗവത് വ്യക്തമായ മറുപടി നൽകുന്നില്ല. ഇനി ഡോക്ടർ BR അംബേദ്കറുടെ കാര്യം നോക്കാം. അംബേദ്കർ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു. എന്നാൽ പിന്നീട് അദ്ദേഹം മനുസ്മൃതി പൊതുവേദിയിൽ കത്തിച്ചു. ഞാൻ ഹിന്ദുവായി ജനിച്ചു, പക്ഷേ ഹിന്ദുവായി മരിക്കില്ല എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒടുവിൽ അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഭാഗവത് അവതരിപ്പിച്ച 4 വിഭാഗങ്ങളിൽ അംബേദ്കറെ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുക? അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥാനം എന്താണ്? ചരിത്രപരമായി RSS ഭരണഘടനയെ വിമർശിച്ച സംഘടനയാണ്. ഭരണഘടന പാശ്ചാത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണെന്നും അതിൽ ഇന്ത്യൻ പാരമ്പര്യത്തിന് വേണ്ടത്ര സ്ഥാനം ലഭിച്ചിട്ടില്ലെന്നും അവർ വാദിച്ചിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ RSS മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, ദളിതർ, ആദിവാസികൾ തുടങ്ങിയ വിഭാഗങ്ങളെയും തങ്ങളുടെ ആശയപരിധിക്കുള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ മുമ്പത്തേക്കാൾ സൗമ്യമായ ഭാഷയിൽ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കുറിച്ച് സംസാരിക്കുന്ന പ്രവണത കാണുന്നുവെന്നാണ് വിമർശനം. എന്നാൽ യഥാർത്ഥത്തിൽ ഹിന്ദുമതം എന്നത് എന്താണ്? ഈ ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരവുമില്ല. കാരണം ഒന്നാമതായി ഹിന്ദുമതത്തിന് ഒരൊറ്റ സ്ഥാപകനില്ല. രണ്ടാമതായി ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ രൂപം കൊണ്ട അനേകം വിശ്വാസധാരകളെയാണ് പിന്നീട് ഒരുമിച്ച് ഹിന്ദുമതമെന്ന് വിളിക്കാൻ തുടങ്ങിയത്. മൂന്നാമതായി ഹിന്ദുമതത്തിനകത്ത് അതീവ വൈവിധ്യമാർന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ഒരേ സമയം നിലനിൽക്കുന്നു. സത്യനാരായണ പൂജയും സന്തോഷി മാത ആരാധനയും ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ രൂപരഹിതനായ നിർഗുണ ഈശ്വരനെ അംഗീകരിക്കുന്ന ദാർശനിക ചിന്തകളും അതേ മതത്തിനകത്ത് സഹവർത്തിത്വത്തോടെ തുടരുന്നു. ഈ വൈവിധ്യത്തിനിടയിലും ഹിന്ദുമതത്തിൻ്റെ സാമൂഹ്യ ഘടനയെ ഏറ്റവും ശക്തമായി സ്വാധീനിച്ച ഘടകം ജാതി വ്യവസ്ഥയാണെന്ന് നിരവധി ചരിത്രകാരന്മാരും സാമൂഹ്യ ചിന്തകരും വിലയിരുത്തുന്നു. ആര്യന്മാരുടെ കുടിയേറ്റ കാലത്ത് വേദങ്ങൾ രൂപക്കൊണ്ടു. പിന്നീട് മനുസ്മൃതി പോലുള്ള ഗ്രന്ഥങ്ങൾ സാമൂഹ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന
പ്രധാന ആധാരങ്ങളായി മാറി. അതിലൂടെ ജാതി വ്യവസ്ഥ കൂടുതൽ ശക്തിപ്പെട്ടു. തുടർന്ന് ബുദ്ധമതം ഈ ജാതി വ്യവസ്ഥയെ ശക്തമായി ചോദ്യം ചെയ്തു. അതിന് മറുപടിയായാണ് പിന്നീട് ബ്രാഹ്മണിക പാരമ്പര്യം പുതിയ ആരാധന രീതികളും പൊതുചടങ്ങുകളും വികസിപ്പിച്ച് വിശാലമായ ജനസമൂഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചതെന്ന് ചില ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത, 8-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഹിന്ദു എന്ന പദം തന്നെ ഇല്ല എന്നതാണ്. പടിഞ്ഞാറൻ ഏഷ്യയിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ സിന്ധു നദിക്ക് കിഴക്കുവശത്ത് താമസിക്കുന്നവരെ ഹിന്ദു എന്ന് വിളിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ അതൊരു ഭൂമിശാസ്ത്രപരമായ തിരിച്ചറിയൽ മാത്രമായിരുന്നു. പിന്നീട് ഈ പ്രദേശത്ത് രൂപം കൊണ്ട വിവിധ മതപാരമ്പര്യങ്ങളെ ഒരുമിച്ച് ഹിന്ദു മതങ്ങൾ എന്ന പേരിൽ വിശേഷിപ്പിക്കാൻ തുടങ്ങി. ചരിത്രത്തിലുടനീളം ജാതി വ്യവസ്ഥയുടെ ഇരകളായ അനേകർ ബുദ്ധമതം, ഇസ്ലാം മതം, ക്രിസ്തുമതം, പിന്നീട് സിഖ് മതം എന്നിവയിലേക്ക് മതം മാറുകയും ചെയ്തു. ഹിന്ദു പാരമ്പര്യത്തിനകത്ത് ബ്രാഹ്മണിസവും ശ്രമണ പാരമ്പര്യവും ഒരേ സമയം നിലനിന്നിരുന്നു. ശ്രമണ പാരമ്പര്യം ജാതി വ്യവസ്ഥയെ നിരാകരിക്കുകയും ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതേസമയം ഭരണാധികാരികളുടെ പിന്തുണ ലഭിച്ചതിനാൽ ബ്രാഹ്മണിക പാരമ്പര്യമാണ് ക്രമേണ മുഖ്യധാരയായി മാറിയത്. താഴ്ന്ന ജാതിക്കാരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പതിയെ അരികിലാക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മുസ്ലിങ്ങളും ക്രൈസ്തവരുമല്ലാത്ത എല്ലാ വിഭാഗങ്ങളെയും ഹിന്ദു എന്ന ഒറ്റ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. വേദങ്ങളും ബ്രാഹ്മണിക ഗ്രന്ഥങ്ങളും മുഴുവൻ ഹിന്ദുമതത്തിൻ്റെ പ്രതിനിധികളായി അവതരിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഹിന്ദുമതത്തിൻ്റെ ഉൾവൈവിധ്യം മറവിയിലായി. ബ്രാഹ്മണിക പാരമ്പര്യം തന്നെയാണ് ഹിന്ദുമതമെന്ന ധാരണ ശക്തമായി. ഇവിടെയാണ് മോഹൻ ഭഗവത്തിൻ്റെ പുതിയ 4 വിഭാഗങ്ങളുടെ ആശയം വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നത്. ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹ്യ യഥാർത്ഥത്തിനകത്ത് ഈ 4 വിഭാഗങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളിക്കും? ബ്രാഹ്മണിക പാരമ്പര്യവും ശ്രമണ പാരമ്പര്യവും ഭക്തിപ്രസ്ഥാനങ്ങളും ശൈവ താന്ത്രിക വിശ്വാസങ്ങളും ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഇത്ര സങ്കീർണമായ ചരിത്രത്തിനിടയിൽ എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന ഒറ്റവരി നിർവചനം ചരിത്രപരമായും സാമൂഹികമായും മതിയായ വിശദീകരണമാകുമോ? ഈ ചോദ്യങ്ങളാണ് ഇന്ന് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സംവാദങ്ങളിൽ ഒന്നായി തുടരുന്നത്.